നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? ഞങ്ങളിത് കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു 11 മണിയായിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് വ്ളോഗൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മൾ കുറച്ച് തിരക്ക് പിടിച്ചൊരു ടൈം തന്നെയായിരുന്നു കേട്ടോ രാവിലെ എന്ന് പറയുമ്പോൾ. കാരണം ഇന്ന് നമുക്ക് ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ പറമ്പിൽ പണിക്കൊക്കെ. അപ്പോൾ രാവിലെ കുറച്ചധികം തിരക്ക് പിടിച്ചതായതുകൊണ്ട് നമുക്ക് രാവിലത്തെ ചെറിയ ചെറിയ വ്ളോഗുകളൊന്നും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. കുഴപ്പമില്ല, ഇന്ന് നമുക്കൊരു കിടിലൻ വ്ളോഗ് തന്നെയാണ്. അപ്പോൾ ഇപ്പം ഞാൻ എന്താ നിൽക്കുന്നതിൻ്റെ പുറകിൽ ഫുള്ള് നമ്മുടെ ചെമ്പരത്തി ആട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ 2 കമ്പ് കൊണ്ട് നട്ടാണ്. പക്ഷെ നോക്കിയപ്പോൾ ഇവിടെ ഫുള്ളായിട്ടൊരു മതിൽ കിട്ടില്ല, ആ ഒരു രീതിയിലാണ് ഒരു വെയിൽ പോലെ നല്ല സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഹൈറ്റും വെച്ചിട്ട്, അപ്പോൾ എന്നാലും ഇതൊക്കെ നമുക്കൊരു ലെവൽ വെച്ചിട്ട് വെട്ടി വിടണം. കാരണം എന്താ വെച്ചാൽ ഒത്തിരി ഹൈറ്റ് പോയാലും ശരിയാവില്ല. അപ്പോൾ നല്ല തിക്കായിട്ട് കൂടി നല്ലൊരു ശരിക്കും പറഞ്ഞൊരു കമ്പി വേലിയൊക്കെ ഇട്ടില്ല നമ്മൾ അത്രയും നല്ലൊരു സ്ട്രോങ് ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ എന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മെയിനായിട്ട് ഇവിടെ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത് വേറെ നമുക്ക് താളിക്കും, അതേപോലെ തന്നെ നമ്മൾ എണ്ണ കാച്ചാനൊക്കെ ആട്ടോ. അപ്പോൾ താളിയൊക്കെ ആയിട്ട് നമ്മൾ ചെമ്പരത്തിയുടെ ഇലയൊക്കെ നമ്മുടെ ഹെയറിലൊക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ആയാലും താരൻ്റെ പ്രശ്നം ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിതാ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എവിടെയും തപ്പി പോവൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ പൂവായാലും ഇലയൊക്കെ നമുക്ക് നല്ല തന്നെയാട്ടോ. ഈ ഒരു താളി ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു താളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്പരത്തിയുടെ ഇല, പൂവ്, അതേപോലെ തന്നെ വേറെയും കുറേ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ താളിയൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നല്ല ബെനിഫിറ്റ് തന്നെയാണ് നമുക്ക് താളിയൊക്കെ തലയിൽ തേക്കുന്നതിലൂടെ. അപ്പോൾ അതെങ്ങനെയാണ് കാര്യങ്ങൾ ഞാൻ താളി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാട്ടോ വേണമെന്നുള്ള കൂട്ടുകാർക്കൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ വഴിയെ വരുന്ന വീഡിയോസിലൂടെയൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ടോ ചേമ്പ് പറിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ചേമ്പ് ഉണ്ടോയെന്ന് അറിയില്ല, എന്തായാലും 2 തട അവിടെ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കിഴങ്ങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചേമ്പും കാന്താരിയും കഴിക്കണം എന്നിങ്ങനെ വിചാരിക്കണം. എന്തായാലും ഇന്നാണെങ്കിൽ കുറച്ച് മഴയൊക്കെ ഒന്ന് കുറവുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയിട്ട് പറിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ആവണിക്കുട്ടി നല്ല ഉറക്കാട്ടോ. അപ്പോൾ ആൾക്ക് ചേമ്പൊക്കെ കുറച്ചൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ എന്നാലും നമുക്ക് കാന്താരിയൊക്കെ കൂട്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്നാലും പോയി നോക്കിയിട്ട് നമുക്ക് കാന്താരി കൂട്ടി കഴിക്കാൻ അവിടെ ചേമ്പുണ്ടോന്നൊക്കെ പറയാൻ പറ്റുമോ. അപ്പോൾ എന്നാലും ആ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ നട്ടൊരു ഭാഗത്ത് പന്നിയുടെ ശല്യം അങ്ങനെ ഇല്ല കേട്ടോ. നമ്മുടെ നമ്മൾ ഏലമൊക്കെ ചെയ്തിട്ടില്ല, ആ ഒരു ഭാഗത്താണ് നമുക്ക് പന്നിയുടെ കുറച്ച് ശല്യമുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് കിഴങ്ങ് അടിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പോയി നോക്കാം. കണ്ടില്ലേ, നമ്മുടെ കുഞ്ഞു കാന്താരി എണീച്ചിട്ടുണ്ട്. 10 മിനിറ്റ് ആയിട്ടില്ല കേട്ടോ. ആളിപ്പോൾ ഞാൻ കിടത്തി ഉറക്കിയിട്ട് ഇങ്ങനെ പോകുന്നിട്ടേ ഉള്ളൂ. 10 മിനിറ്റ് ആവുന്നതേ ഉള്ളൂ. അപ്പത്തേനതാ നമ്മൾ ചേമ്പ് പറിക്കാൻ പോണ കാര്യം ആളെങ്ങനെയോ മണത്തറിഞ്ഞിട്ടുണ്ട്. നീ എങ്ങനെയാണ് കള്ളിപ്പെണ്ണെ അറിഞ്ഞേ? ചേമ്പെന്നോ എന്താ പറഞ്ഞേ? ചേമ്പോ? എന്തേ? ഇനിയിപ്പോൾ താഴെ ഇറക്കി വിടാനായിട്ടൊന്നും നല്ല വെയിലൊക്കെ ഉണ്ടല്ലോ, വലിയ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ്. അപ്പോൾ താഴെ ഇറങ്ങി കളിക്കാൻ വേണ്ടിയാണ്. എങ്ങനെയോ ആൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ വരാനുള്ള ഉദ്ദേശമാണെന്ന് തോന്നുന്നു കേട്ടോ. ചെരുപ്പിട്ടിട്ട് പോവാം നമുക്ക്. ചെരുപ്പ് എവിടെയാ? അവിടെ ഉണ്ടെന്നാ പറയുക. ആളുടെ ചെരുപ്പ് നമ്മൾ ഉള്ളിൽ കൊണ്ടുവച്ചിരിക്കണേ. ഒരെണ്ണെവിടെ പോയി? ഒരു ചെരുപ്പ് എവിടെ? ചെരുപ്പിടണ്ടേ? അപ്പം എന്തായാലും അവിടെ ഇവിടെ ഇരുത്തി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ കരയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏറത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നട്ട് അവിടേക്കല്ല കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ അടുത്തായതുകൊണ്ട് നമുക്ക് എന്തായാലും അവളെയും കൂടി ഒന്ന് കൊണ്ടുപോകാം. പിന്നെ ഇന്ന് മഴയൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് കുറവുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. നോക്കി നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആളെയും കൊണ്ടൊന്ന് പോകാം കേട്ടോ. അതിൻ്റെ എന്തെടുത്തേ? ചെരുപ്പിടാ അട്ടടിക്കും. ഇങ്ങനെ എന്തായാലും ചേമ്പ് പറിക്കാൻ പോകണമെങ്കിൽ അതിനുള്ള സംഭവങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ നോക്കി ഒരാൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ബക്കറ്റൊക്കെ എടുത്തിട്ട് ചേമ്പ് കിട്ടുമോ എന്നുള്ള കാര്യം പോലും അറിയാം. എന്നാലും ബക്കറ്റൊക്കെ എടുത്താൽ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇതാ തൂമ്പയും അതേപോലെ തന്നെ വാക്കത്തിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാട്ടോ. ആളുകൾ പോയി അവിടെ എത്തിയിട്ട്. അപ്പോൾ ഇപ്പോൾ പോയില്ലാന്നറിയാം, അവൾ ചിലപ്പോൾ അങ്ങ് പോകും കേട്ടോ. എനിക്കതൊക്കെ അമ്മ വരെ പോവാ ഓടുവാണല്ലോ. എങ്ങനെ വന്നാ പോണേ? അവൾ അവിടെ എന്തോ ചെയ്യുമ്പോ എന്തോ സംഭവം കണ്ടു വെച്ചിട്ട് ബക്കറ്റൊക്കെ എടുത്ത് അങ്ങ് പോയിട്ടുണ്ട്. നമുക്ക് ശരിക്കും തിരിച്ചു വന്നിട്ടുണ്ട്. അതൊക്കെ അപ്പോൾ നടക്കാൻ പറ്റിയ സന്തോഷത്തിൽ അങ്ങ് പോകുക കേട്ടോ. അതിന് എവിടേക്കായാലും വേണ്ടില്ല. ബക്കറ്റ് ഇങ്ങനെയാണോ കൊണ്ടുവരുന്നേ? ബക്കറ്റ് വലിച്ചാണേ പോണത്. ഇവിടെ പൊന്നോ അങ്ങ് പോയിട്ടോ. എന്നിട്ട് അവളാ ബക്കറ്റ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി കളിക്കുവാണേ. ചേമ്പ് പറിക്കാൻ വേണ്ടി ഏകദേശം ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് പറിക്കാനുള്ള ചേമ്പുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോൾ നടുമ്പോഴും കുറച്ച് വീടിൻ്റെ അടുത്തും ഒരു 2-3 ചൂട് നടാറുണ്ട്. കാരണം വരുന്നില്ല, അപ്പുറത്ത് കുറച്ച് ദൂരെയൊക്കെ നമ്മുടെ കണ്ണെത്തുന്നതിൻ്റെ കുറച്ച് ദൂരെയൊക്കെ നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പന്നിയൊക്കെ കൊണ്ടായാലും വീടിൻ്റെ അടുത്താകുമ്പോൾ കുറച്ച് നോട്ട് എത്തുന്ന അവിടെയാണെങ്കിൽ നമുക്ക് അതെങ്കിലും എടുക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ നട്ട് വെച്ചിട്ടുള്ളത്. എന്നാലും ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട്, ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് ഒന്ന് പറിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ബക്കറ്റ് കൊണ്ട് അങ്ങ് പോയിരിക്കുകയാണ്. ആവണി വാ ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ, അങ്ങ് പോയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലും വന്നിട്ടുണ്ട്. പി വേണ്ടി വരും. വാ വരുന്നുണ്ട് കേട്ടോ. പറഞ്ഞാൽ പിന്നെ വരുമൊക്കെ ചെയ്യും. പിന്നെ എവിടെയാലും വെള്ളം കണ്ട് അപ്പം നിൽക്കും കേട്ടോ. അവിടെ ആ പോണ വഴിക്ക് കുറച്ച് വെള്ളം ഉണ്ട്. ഉറവ് വെള്ളം നല്ല മഴയൊക്കെ ആയ സമയത്തേക്ക് ഒഴിച്ചു വന്നിട്ടുണ്ട്. എന്തായാലും അവിടെ നിന്നിരിക്കുകയാണേ. വാ
പറമ്പിൽ നമ്മൾ നട്ടത് കൂടാൻ നോക്കി നമ്മുടെ റോഡിന്റെ ഇപ്പുറ സൈഡിലായിട്ട് നമുക്ക് ഒരു 2-3 ചോടുണ്ട് കിട്ടതില് 3 ചോട് അല്ല 4 ചോടുണ്ട് കേട്ടോ. 4 ചോട് ചേമ്പ് നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചേമ്പൊക്കെ പറിച്ച സമയത്ത് ചെറിയ ചേമ്പിന്റെ വിത്തൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ഭാഗത്തൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മഴയൊക്കെ പെയ്തതിന് ശേഷം നന്നായിട്ട് അവിടുന്ന് പൊട്ടിക്കിളിർത്ത് ഈ ഒരു ലെവലിലായിരിക്കണം. അപ്പോൾ എന്തായാലും നന്നായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കൂട്ടുകാരെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മളൊക്കെ കുറേ പേരെങ്കിലും വീട്ടിലൊക്കെ മീൻ കുഞ്ഞുങ്ങളൊക്കെ വളർത്തി മീനൊക്കെ വളർത്തുന്ന ആളുകളായിരിക്കില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമായിട്ട് ഞാൻ ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് വേറെ ഒന്നുമല്ല. നമ്മുടെ ഈ ഒരു ചേമ്പ് പറിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചേമ്പിൻ്റെ തണ്ട് നമ്മൾ തോരൻ വെക്കാൻ അതേപോലെ തന്നെ കറി വെക്കാനൊക്കെ എടുക്കുന്ന കുറേ പേർക്ക് അറിയുണ്ടാവും. അതേപോലെ തന്നെ കിഴങ്ങായാലും നമുക്ക് പുഴുങ്ങിയിട്ടായാലും കറിയിലൊക്കെ ഇടാനൊക്കെ അടിപൊളിയാണെന്ന് കുറേ കൂട്ടുകാർക്കറിയാം. പക്ഷേ ഇതിൽ ഇല നമ്മൾ കുറേ പേരെങ്കിലും തോരൻ വെക്കുന്നുണ്ടോ അതല്ലാതെ തന്നെ നമുക്ക് വേറെ ഒരു അടിപൊളി ഗുണം കൂടി ഉണ്ട്. നമുക്ക് ഈ ഒരു ചേമ്പിൻ്റെ ഇലയിൽ എന്ത് രസമായിട്ടില്ല എന്ത് വലുപ്പത്തിൽ നമ്മുടെ ഈ ഒരു ചേമ്പിൻ്റെ ഇല വന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ ആ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്കൊക്കെ തീറ്റയായിട്ട് കൊടുക്കാൻ വേണ്ടി പോയിട്ട് അപ്പോൾ നന്നായിട്ട് അവർ കഴിക്കുകയും കൂടി ചെയ്യുക. ഈ ഒരു സിലോപ്പി ഉണ്ടല്ലോ, അപ്പോൾ സിലോപ്പിയുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കഴിച്ച് മീൻ കുഞ്ഞുങ്ങൾ അത്യാവശ്യം വലുപ്പമൊക്കെ വെക്കാനും പിന്നെ അതൊക്കെ ഓർഗാനിക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഹാമായിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നല്ല ഇതൊക്കെ കൊടുക്കുന്നത് അടിപൊളി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ മീനിനൊക്കെ വളർത്തുന്ന ആളുകളൊക്കെ വന്നിട്ട് എടുത്തിട്ടൊക്കെ പോകാറുണ്ട് കേട്ടോ. നമുക്ക് കുറേയൊക്കെ ചേമ്പിൻ്റെ ഇലകളൊക്കെ ഉണ്ടാകുന്നതായിട്ട് അവർ ഇപ്പോൾ എല്ലാം ഒന്ന് ആയി വരുന്നത് തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത് ചെയ്യാത്തവർ ജസ്റ്റ് ഇങ്ങനെ മീൻ വളർത്തുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അടിപൊളി റിസൾട്ട് തന്നെ ആയിരിക്കും. കാരണം അവർക്ക് ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് സംഭവമാണ് തന്നെ പടത്തിൻ്റെ ഇല. ഒരുപാടൊന്നും വേണ്ട, ഒരു 3-4 ഇലയൊക്കെ കൊടുത്താൽ മതി. കാരണം അത്രയും വലിപ്പമാണല്ലോ ഇലയ്ക്ക്. അപ്പോൾ ഇതിപ്പോൾ വളർന്ന് വന്ന് തുടങ്ങിയിട്ടുള്ളൂ. കണ്ടൊക്കെ അത്ര വണ്ണം വെച്ച് തുടങ്ങിയിട്ടില്ല. അപ്പം കുറച്ചുകൂടി വണ്ണം വെക്കുന്നതനുസരിച്ച് ഇലയും അത്യാവശ്യം നല്ല ഒരു തന്നെ വട്ടം വെച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു മരത്തിൻ്റെ ഒരു തണലൊക്കെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സൺലൈറ്റൊക്കെ നന്നായിട്ട് കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് നല്ല ഒരു തന്നെ വട്ടം വെച്ച്. പിന്നെ നമ്മൾ ഇതിന് വലിയ കെയറും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടും ഇല്ല. എന്നിട്ട് നോക്കി നന്നായിട്ട് ചൂടൊക്കെ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇത് റോഡിൻ്റെ ഇപ്പുറ സൈഡ് ആയതുകൊണ്ട് നമ്മളങ്ങനെ മണ്ണ് കൂട്ടി കൊടുക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും നമുക്ക് നോക്കി നോക്കാം. മണ്ണൊക്കെ കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഞാൻ. അപ്പോൾ ഇത് കൂടെ ചെറിയൊരു ഉറവയും കൂടി പോകുന്നുണ്ട്. അപ്പോൾ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ചേമ്പിൻ്റെ തണ്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം നല്ല ശക്തിക്കൊക്കെ പോകുമ്പോൾ കുറച്ച് ദിവസം മുന്നൊക്കെ നല്ല മഴ തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു തോട് പോലെ ഇത് അങ്ങനെ വിട്ടിട്ടുള്ളൂ അവിടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ റോഡിൻ്റെ ഈ ഒരു സൈഡ്. അപ്പോൾ അപ്പുറത്തെ സൈഡാണ് നമ്മുടെ സ്ഥലം വരുന്നത്. അപ്പോൾ ഇതുവഴി ഇങ്ങനെ സെൻറ്ററിൽ കൂടെ റോഡ് വാങ്ങാൻ പോകുന്നത്. അപ്പം നല്ല മഴയൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ചേമ്പിൻ്റെ തണ്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം നല്ല രീതിയിൽ ശക്തി ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന റോഡ് ഇങ്ങനെ കവിഞ്ഞു പോകണമൊക്കെ കാണാൻ വേണ്ടി പറ്റാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഇതെന്തായാലും പറിക്കുന്നില്ല. കാരണം ഇതിപ്പോൾ ആയി വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത് അധികം ആയിട്ടില്ല ആയിട്ടും ഉണ്ടായിട്ട്. കാരണം തണ്ടൊക്കെ ആയാലും നോക്കിയാൽ തന്നെ അറിയാം അധികം വണ്ണമില്ല. അതുപോലെ തന്നെ ചോടയ്ക്ക് കുറച്ച് വട്ടം വീശി വരുന്നേ ഉള്ളൂ. കാരണം അത് 4 ചോടുണ്ട് കേട്ടോ. 4 എണ്ണം കൂടിയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അടുത്തടുത്തായിട്ടാണ് അപ്പുറത്ത് ചെറിയൊരു ഇതുകൂടി വരുന്നുണ്ടല്ലോ, അത് കാണാതെ പോയതാട്ടോ. ചെറുതത് ഉണ്ടായി വരുന്നത് ചെറിയ 3 തണ്ടേ അതിൽ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഇവിടെ നിൽക്കട്ടെ. കുറച്ച് മണ്ണൊക്കെ കൂട്ടി കൊടുത്ത് കുറച്ച് എന്തെങ്കിലും വളമൊക്കെ ഇട്ട് കൊടുക്കാം. എന്തെങ്കിലും വളം നല്ല നമ്മൾ കൊടുക്കാറുള്ളത് ഇതേപോലത്തെ സംഭവങ്ങൾക്കൊക്കെ ചേമ്പ് ചേന അതിനൊക്കെ നമ്മൾ കൊടുക്കാറ് നമ്മുടെ ജൈവവളങ്ങൾ തന്നെയാണ്. അപ്പോൾ ചാണകപ്പൊടി ആട്ടും കാഷ്ടം അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് തന്നെ കയറി വരും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണൊക്കെ കൊടുത്ത് അതേപോലെ തന്നെ കുറച്ച് വളമൊക്കെ കൊടുത്താൽ നല്ല ഉഷാറായിട്ട് വരും. അപ്പോൾ അത് ഇവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നെ പറിക്കാം. നമ്മളിപ്പോൾ വന്നതിപ്പോൾ നമ്മുടെ അപ്പുറത്ത് നമ്മുടെ റോഡിൽ ആ ഒരു സൈഡിലായിട്ട് നമ്മൾ കട്ടി നമുക്ക് പോയിട്ടേ നമ്മുടെ പറമ്പിൽ ആ ഒരു ഭാഗത്തായിട്ട് നമ്മളിപ്പോൾ 1 ഇയർ ഏകദേശം ആവാനായിട്ടുള്ള നമ്മളത് നട്ടിട്ട്. അപ്പം അതൊന്ന് പോയി നോക്കി നോക്കാം, ഉണ്ടോന്നൊക്കെ നോക്കി നോക്കാം. അമ്മ താഴെ ഇറങ്ങാം, അമ്മ ചേമ്പ് പറിച്ചിട്ട് ബക്കറ്റിൽ ഇട്ട് തരാം. കുട്ടി ഇവിടെ നിന്നോ, ചെറിയൊരു ഇറക്കാണേ. അപ്പോൾ കുട്ടി ഇങ്ങോട്ട് ഇറങ്ങണ്ടാന്ന്. അപ്പോൾ നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കുട്ടി ഇവിടെ നിൽക്കല്ലേ, ബക്കറ്റോ? ആ ബക്കറ്റ് താഴെ വീണ്ടും അവിടെ നിന്നോ കേട്ടോ. നമുക്ക് ചേമ്പ് പറിച്ചിട്ട് വരാം. വരണമെന്ന് പറഞ്ഞ് കാര്യമൊന്നും അറിയില്ല കേട്ടോ, ചെറുക്കില്ലാന്ന് തോന്നി. വേണ്ട വേണ്ട, ഇവിടെ കുറച്ച് കാടുണ്ട്, കുട്ടി അവിടെ നിന്നാൽ മതി. നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ, നമ്മൾ ഇവിടെ തന്നെയാണല്ലോ. ആണോ പറയണേ? അപ്പൊ നമ്മുടെ ആവണിക്കുട്ടിക്ക് ഇങ്ങോട്ട് വരണം തന്നെയാട്ടോ പറയണം. അപ്പോൾ നമുക്ക് ഇവിടേക്ക് നിർത്താം. അപ്പൊ ചെറിയ രീതിയിലൊരു കാടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ചേമ്പിൻ്റെ ഇല ഇവിടെ വെച്ചിട്ട് നമുക്ക് ആവണിക്കുട്ടിനെ അതിന് നിർത്താം. ഹായ്, വലിയ ചേമ്പിൻ്റെ ഇലയാണല്ലോ. ഇരിക്കുക, എന്ത് വേണേലും ചെയ്യാം. ഇതൊക്കെ പക്ഷെ പുറത്തിറങ്ങരുത്, അത് ഞങ്ങൾ ഡോഗ്സിന്റെ കൂടെ താഴേക്ക് ഇറക്കിയിട്ടാണ് ഏകദേശം നമ്മൾ ഈ ചേമ്പ് അടുത്തായിട്ടാട്ടോ വരുന്നത്. എന്റെ സൗണ്ടിനേക്കാളും കൂടുതൽ നിങ്ങളുടെ സൗണ്ട് ആയിരിക്കും കേൾക്കുന്നുണ്ടാവുക. ഡയാന
ചേമ്പ് പറിക്കാൻ വേണ്ടി ചേമ്പിന്റെ ചോട്ടിലെത്തിയിട്ടുണ്ടേ. അപ്പൊ ഇത് നോക്കി അത്യാവശ്യം നല്ല വണ്ണം ഉണ്ട് കേട്ടോ ചേമ്പിന്റെ തണ്ടായാലും. ഇതിന്റെ ഒരു തണ്ടന്നെ നമുക്ക് ധാരാളം കേട്ടോ, ഒരു തോരൻ വെക്കാനാണെങ്കിലും അതേപോലെ തന്നെ കറിയൊക്കെ വെക്കാൻ വേണ്ടി. കാരണം നല്ല വലിപ്പമുണ്ട്, അതേപോലെ തന്നെ അത്യാവശ്യം നല്ല വണ്ണം ഉണ്ട് കേട്ടോ. അതൊരു ചൂട് നമുക്കൊന്ന് കുറച്ചൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്തതിന് ശേഷം നമുക്ക് ചേമ്പുണ്ടോന്ന് ആദ്യം ഒന്ന് കുറച്ചൊന്ന് മാന്തി നോക്കി നോക്കാം. ആവണിക്കുട്ടി, അമ്മയുടെ പൊന്നിത് എവിടെ നിൽക്കണേ? എവിടെ വന്നിരിക്കുക? അവീനുണ്ടായി ഉള്ളിലേക്ക് കയറിപ്പോയിട്ട്. ചേമ്പിന്റെ കറക്റ്റ് ചൂട്ടി പോയി നിൽക്കുന്നുണ്ടേ. ഒരുപാട് കാടൊന്നും ഇല്ല കേട്ടോ ഇതിന്റെ ചോട്ടില്. ചേമ്പുണ്ടാവോ പൊന്നു ഇതില്? ഉണ്ടാവോ? ആവണിക്കുട്ടി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം കേട്ടോ, ഉണ്ടോന്ന് നോക്കാം. നിൽക്കാം. അമ്മ ഇതൊന്ന് വെട്ടിക്കളയട്ടെ, കുറച്ച് ഇങ്ങോട്ട് നിൽക്ക്. മിടുക്കി. ആ പുല്ലില്ലാത്ത സ്ഥലത്തുള്ളൂ. പതുക്കെ പോട്ടെ. അമ്മ വിട്ടു കേട്ടോ. അപ്പത്തേനും നിങ്ങൾ എത്തിയോ? നമ്മുടെ നിന്നോ? അധികം കാടൊന്നും ഇല്ലാത്തതുകൊണ്ടേ നമുക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഒന്ന് തൂമ്പ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ തൂമ്പ വെച്ചിട്ട് ഒന്ന് മാന്തി നോക്കട്ടെ. ഇനി എന്താ നമ്മുടെ വാക്കത്തി ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ തൂമ്പ എടുത്തിട്ടൊന്ന് കിളച്ച് നോക്കട്ടെ, ചെറുതായിട്ടൊന്ന് കിളച്ച് നോക്കാം. ഉണ്ടോന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുഴയ്ക്കാൻ മതിയല്ലോ. നമ്മുടെ ആവണിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത് ചേമ്പുണ്ട് എന്ന്. അതാണ് എൻ്റെ പ്രതീക്ഷ. ഉണ്ടാവില്ലേ? ഉണ്ടാവും. അവിടെ ഇരിക്കൂ. ഇപ്പോ ചേമ്പുണ്ടോ നോക്കാം. ഉണ്ട് കേട്ടോ ചേമ്പ്. പക്ഷെ നമ്മള് ആദ്യം തന്നെ അതിൻ്റെ ആ മേൽഭാഗത്താട്ടോ നമ്മുടെ തൂമ്പ അറിയാ തട്ടിയിട്ടില്ല. അപ്പം എന്താണ് നമുക്കിനി ഈ ഒരു സൈഡ് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുപാട് കളിക്കണ്ട. ആ മേളത്തെ മണ്ണ് മാത്രം ഒന്ന് നീക്കിയിട്ടേ നമുക്ക് പതുക്കെ ഒന്ന് കുത്തി ഇളക്കി നോക്കി നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ പൊട്ടിപ്പോയി എന്തോ. അവനെ കുട്ടിച്ചിരി അങ്ങോട്ട് നീങ്ങിന്നേ. തുമ്പയുടെ അടുത്തേക്ക് വരണ്ട, മാറുക. ഞാൻ അപ്പുറം കൊണ്ടാക്കട്ടെ. എന്തായാലും ഉള്ളിലേക്ക് കിഴങ്ങ് കാണുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്കിനി തൂമ്പ് വെച്ചിട്ടുള്ള ഒരു കിടക്കിൽ നമുക്ക് നിർത്താം. അവിടെ ചെറിയ രീതിയിൽ നമ്മളിങ്ങനെ ഒരു മണ്ണ് ഇളക്കിയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു കമ്പെടുത്തിട്ട് ഒന്ന് കുത്തി വെക്കാം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കിഴങ്ങ് പൊട്ടി പോവാതെ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ അടുത്തതാ കമ്പുണ്ട്, അന്ന് എടുക്കട്ടെ. നല്ലോണം ഉണങ്ങിയിരിക്കും കേട്ടോ. അത് കാപ്പിയുടെ കമ്പാണേ. അറ്റം കുറച്ചൊന്ന് ഷാർപ്പാക്കാൻ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ കുത്തി എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. ഒരു കഷ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ചേമ്പിൻ്റെ. അപ്പോൾ ഇത് പൊട്ടിയിട്ടാട്ടോ അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതിൻ്റെ അറ്റത്ത് ഇനി നമുക്ക് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നേരത്തെ പൊട്ടിപ്പോയ പീസാണ്, അതുകൊണ്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ചേമ്പ് ഉണ്ടാവില്ല എന്ന് തന്നെയാട്ടോ വിചാരിച്ചത്. പിന്നെ ഒന്ന് നോക്കി വെക്കാന്നുള്ള രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം കുഴപ്പമില്ല കേട്ടോ, ചേമ്പ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടേ. അപ്പം നമ്മുടെ ആവണിക്കുട്ടി പറഞ്ഞത് എന്തായാലും തെറ്റില്ല കേട്ടോ. ആളിത് വന്നപ്പോഴേ പറഞ്ഞു ചേമ്പുണ്ട് എന്ന്. പൊന്നു ചേമ്പുണ്ടല്ലോ. അമ്മയുടെ പൊന്നു ഇതൊക്കെ എങ്ങനെ അറിയണ്? എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അവിടുന്ന്. അപ്പം ഇവിടെയും കൂടി ഒരു കഷ്ണം എടുക്കാനുണ്ട്. അപ്പം ഇതിൻ്റെ ആട്ടോ നമ്മൾ നേരത്തെ ആ ഒരു തൂമ്പ വെച്ചിട്ട്
ഒന്ന് മണ്ണ് മാറ്റിയ സമയത്ത് ഒന്ന് പൊട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് അറ്റത്തേക്കുണ്ട്. അപ്പോൾ അത് പൊട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കമ്പ് എടുത്തിട്ടുള്ളത്. മഴ നല്ല കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടേ മണ്ണ് നന്നായിട്ട് എന്താ പറയാ നല്ല ലൂസാണേ. ഇങ്ങനെ കുഴഞ്ഞു കിടക്കില്ല, ആ രീതിയിലാണ് കേട്ടോ. ഓ ആ ഉണ്ട് ഉണ്ട്, ചേമ്പുണ്ട് കേട്ടോ. ആ കുട്ടി പറഞ്ഞത് സത്യമാണല്ലോ. മണ്ണ് നല്ല രീതിയിൽ കുഴഞ്ഞിരിക്കുകയാണ്. വെള്ളമൊക്കെ നല്ല രീതിയിൽ മഴ പെയ്ത് നമ്മളത് അതിൻ്റെ കുറച്ചുകൂടി ഒരു ചേമ്പിൻ്റെ തണ്ടൊന്ന് വെട്ടി കളയാൻ വേണ്ടി പോവാണേ. കാരണം ഞാൻ നേരത്തെ നോക്കി വെട്ടാന്ന് വിചാരിച്ചായിരുന്നു 2 എണ്ണം വെട്ടിയത്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ നാശാക്കി കളയണ്ടല്ലോ. കുറച്ചും കൂടി കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ നല്ല കിഴങ്ങൂടി കിട്ടുന്നൊരു ഇനം ചേമ്പ് കൂടിയാണുള്ളത്. ആളിതാ ബക്കറ്റും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചേമ്പുണ്ട് ചേമ്പിട്ട് തരാം. ഇട്ടു അപ്പതാ ഇത് ഭാഗത്തായിട്ട് വീണ്ടും നമ്മൾ ചേമ്പിന് ചെറിയ മുളകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെടുത്തുള്ള ഒരു കമ്പുണ്ടല്ലോ. കമ്പ് എവിടെ പൊന്നു? എവിടെ? ഇതിപ്പോ ഞാൻ പൊഴുക്കോ എൻ്റെ ആവണിക്കുട്ടി പൊഴുക്കോ ചേമ്പ്? എവിടെ കമ്പ്? എവിടെ? കിട്ടി. 4 ചേമ്പിന്റെ തണ്ട് നമ്മളിപ്പോൾ വെട്ടി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനിയും ഉണ്ട് കേട്ടോ, കുറച്ചുകൂടി ഒന്ന് വെട്ടി മാറ്റാം. നല്ല വലിപ്പമുണ്ടല്ലോ. എന്തായാലും നമുക്ക് ഇന്ന് വൈകിട്ട് ചേമ്പിൻ തണ്ട് വെച്ചിട്ട് കറി വെക്കാം. അപ്പോൾ നല്ല ഒരു 2 തണ്ട് ഞാൻ മാറ്റി വെക്കണ്ടേ. എല്ലാം നല്ലത് തന്നെയാണ്, നല്ല മണ്ണൊക്കെ ഉള്ളത് തന്നെയാണ്. ഇതുകൂടി നമുക്കൊന്ന് വെക്കാം. എന്തൊക്കെയാ പറയണ്ടല്ലോ പൊന്നു. ആവണിക്കുട്ടി ഇതാ കൊട മഴ പെയ്താൽ ആവണിക്കുട്ടി കൊടയുണ്ട് അല്ലേ? ഇത് നല്ല വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ചൂടാ. അങ്ങനെ നമ്മൾ ആ ഒരു ചേമ്പിന്റെ തണ്ടൊക്കെ വെട്ടി കാണിച്ചില്ലേ. മണ്ണാണോ ആരും നിറയ്ക്കണേ? നമ്മൾ ചേമ്പ് ഇടാൻ കൊണ്ടുവന്നല്ലേ. അവിടേക്ക് വേണ്ട അമ്മ എടുക്കാം കേട്ടോ. സമ്മതിക്കില്ലല്ലോ. ഞങ്ങൾ 2 ആളെ കൂടി ചേട്ടൻ എടുക്കണം. ആവണിക്കുട്ടി നമ്മളെ സഹായിക്കും കേട്ടോ. ഓ ആവണിക്കുട്ടി ഒന്ന് മാന്തി നോക്കി ഉണ്ടോ നോക്ക്. ചേമ്പുണ്ടോ നോക്കി നോക്ക്. ഇതാ ഇവിടേക്ക് ഇതാ ചേമ്പിന്റെ കിഴങ്ങ് ഇനി ഉണ്ടാവും കേട്ടോ. കാരണം ചെറിയ മുളയാണ്. അപ്പോൾ ഇതൊക്കെ വലുതാവുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം അത് ആയിട്ടില്ലല്ലോ. നമ്മുടെ ആഗ്രഹം കാരണം നമ്മളിപ്പോൾ വന്നതാട്ടോ. നോക്കി നോക്കി ഏതായാലും വന്നത് വെറുതെ ആയില്ല. അത് പൊന്നു വെറുതെ ആയില്ല. എന്നാലും കുറച്ച് കിളച്ച് നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് ആ ചേമ്പിൻ്റെ ആ ഒരു ചൂട് നമ്മൾ നന്നായിട്ട് തന്നെ ആ ഒരു കിഴങ്ങൊന്നും അധികം പൊട്ടിപ്പോവാത്ത രീതിയിൽ ഒന്ന് പുഴക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നാലും ചേമ്പ് പൊട്ടിപ്പോവാതെ തന്നെ നമുക്കൊന്ന് അതിൽ നിന്ന് പൊട്ടിച്ചെടുക്കാം. എന്തോ നമ്മുടെ ആവണിക്കുട്ടി ഒരു രക്ഷയില്ല കേട്ടോ. അടുത്തേക്ക് ഇങ്ങനെ വരുവാണ്. തൂമ്പ ആയതുകൊണ്ടേ അവിടെ തൂമ്പയൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആൾ വന്നുകൊണ്ട് തന്നെ. ഇപ്പം നമ്മൾ ചൂടായിട്ട് അങ്ങനെ ഇളക്കി എടുത്തിരിക്കുകയുള്ളൂ. അപ്പോൾ ചേമ്പ് എവിടേക്ക് ഉള്ളത് നമുക്ക് നോക്കി വെക്കാം. നല്ല രീതിയിൽ നമ്മൾ മണ്ണ് കൂട്ടി കൊടുത്ത് എന്തായാലും നന്നായിട്ട് തന്നെ
കിളയ്ക്കാനുണ്ടായിരുന്നു. നോക്കിയത് അവിടെ വലിയൊരു ചേമ്പുണ്ടേ. ഒന്നു അപ്പോൾ അവിടെ മാത്രമല്ല ഇതാ നോക്കി 1 2 ഇതാ 3. ഇതാണ് നമ്മൾ കുറേ നേരം തോണ്ടി കഷ്ടപ്പെട്ടത്. ബക്കറ്റിൽ വെച്ചോട്ടോ. കുഴപ്പമില്ലാട്ടോ, ചേമ്പുണ്ട് മുത്തേ. ആവണിക്കുട്ടി പറഞ്ഞു നമ്മള് തുടക്കത്തില് ചേമ്പുണ്ട് അമ്മ, ചേമ്പുണ്ടെന്ന്. എന്തോ ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ബക്കറ്റിൽ വെച്ച് നമുക്ക് അടുത്തത് എടുക്കാം. ബക്കറ്റിലാണോ വെക്കണേ? എവിടെ വെക്കണേ? അങ്ങനെയാണോ കൊണ്ടുപോണേ? ഇതാ ഇവിടെ വരുന്നുണ്ട്. അത് കുറച്ച് വലുതാവണേ ഉള്ളേ. അപ്പം എന്തായാലും അത് നമുക്ക് ഈ തട നടുന്ന കൂട്ടത്തിൽ എടുക്കാം. എന്നാലും നമുക്ക് കുഴിച്ച് തന്നെ വെക്കാം. വേറെ അടുത്താണ്. ആവണിക്കുട്ടിയുടെ സൈസിൽ ഒരു ചെറിയ ചേമ്പ്. ആവണിക്കുട്ടിയുടെ അതേ സൈസാണല്ലോ, ചെറുതാണല്ലോ. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലാട്ടോ. നമ്മൾ പ്രതീക്ഷയുടെ കാട്ടിൽ നമ്മൾ ചേമ്പന്നെ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചിട്ടല്ലോട്ടോ വന്നത്. നോക്കി വെക്കാനുള്ള രീതിയിലാണല്ലോ വന്നപ്പോൾ നോക്കി ആ ഒരു ചൂട് കുഴക്കപ്പോ ഇപ്പോൾ ടൈമൊക്കെ ആവുന്നതേ ഉള്ളൂ. ഇവിടെ ചേമ്പൊക്കെ ആയിട്ടില്ലല്ലോ സമയം. എന്നാലും നമുക്ക് ഇത്രയും ചേമ്പ് കിട്ടി. അടുത്തത് കിട്ടോ. എൻ്റെ സഹായി എന്തായാലും ആ തുടക്കം തൊട്ട് ഇപ്പോഴും നല്ല എനർജി ആയിട്ട് തന്നെ കൂടെ തന്നെ ഉണ്ടേ. അടുത്തത് ഞാനെങ്ങാനത് അറിയാതെ ബക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിനെടുത്ത് ചിലപ്പോൾ തീരുമാനമാക്കും. അവൾ തന്നെ ഇടണം, അതാണ് ആൾക്ക് ഇഷ്ടം. അന്നൊക്കെ അടുത്തത് കിട്ടിയില്ല, അന്നൊക്കെ എടുക്കട്ടെ കേട്ടോ. എടുക്കട്ടെ. നമ്മളിങ്ങനെ ചൂടായിട്ട് തന്നെ ആദ്യം തന്നെ അങ്ങ് ഇളക്കി എടുത്തുകൊണ്ട് നമുക്ക് അങ്ങനെ പൊട്ടാതെ തന്നെ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. വീടുണ്ടോ പൊന്നു ആണിക്കുട്ടി? അങ്ങനെ എന്തായാലും നമ്മൾ ഈ ഒരു കടയിലുള്ള എല്ലാ ചേമ്പും നമ്മളിതാ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയ 2 മുളയുണ്ട്. അപ്പോൾ എന്തായാലും അത് അവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്കിത് ഈ ഒരു തട ഇവിടെ തന്നെ ഒരു ചെറിയൊരു കുഴി എടുത്തിട്ട് ഇവിടെ തന്നെ നടത്തി വെക്കട്ടെ. കാരണം ഇടയിൽ 2 മുളയൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്നാലും അത് ചിലപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. എന്തോ അമ്മ ഒരു കുഴി എടുക്കട്ടെ. കുറച്ച് നീങ്ങിന്നേ, കുറച്ച് നീങ്ങിക്ക്. ചേമ്പ് പറിക്കുന്ന ഒരു ടൈമിൽ നമുക്ക് പറിക്കാതെ എളുപ്പത്തിന് കുറച്ചല്ലേ ഇപ്പോൾ നമ്മൾ വെട്ടി കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു തണ്ട്. അപ്പം എന്നാലും തണ്ട് ഞാൻ അതാ ഫുള്ളായിട്ട് വെട്ടുവാണേ. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കുഴിയിലേക്ക് നമ്മുടെ ഒരു ചേമ്പിൻ്റെ തടയൊന്ന് എടുത്ത് വെക്കാം. ഓൾറെഡി ഇതിൽ കുറച്ച് മണ്ണൊക്കെ ഉണ്ട്. നമ്മൾ ആ ഒരു കിഴങ്ങ് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. ഇതാ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ കിളയ്ക്കുന്ന ടൈമിൽ കുറേ കല്ലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മളിതാ ആ ഒരു ചേമ്പിൻ്റെ തടയൊക്കെ നന്നായിട്ട് ഇവിടെ മണ്ണൊക്കെ കൂട്ടിക്കൊടുത്ത് നല്ല രീതിയിൽ തന്നെ നട്ട് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറിച്ചെടുത്താൽ ചേമ്പൊക്കെ ഇട്ടില്ല. അപ്പോൾ അത് ഫുള്ള് നമ്മുടെ ആവണിക്കുട്ടി തന്നെ ബക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചേമ്പുമായിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. ഇവിടെ ചെരുപ്പ് ഞാൻ കണ്ടില്ല. അങ്ങനെ നമുക്ക് ഇതൊക്കെ എടുത്തിട്ടൊന്ന് പതുക്കെ റോഡിലേക്ക് കയറാം. എന്തായാലേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആട്ടോ നമ്മൾ ചേമ്പ് പറിക്കാൻ വേണ്ടി വന്നപ്പോൾ ഉണ്ടാവുന്ന പ്രതീക്ഷതേ ഇല്ല. അവിടെ എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് ചേമ്പ് കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അമ്മ ബാന്നൊക്കെ പറഞ്ഞാൽ ആവണിക്കുട്ടി നേരത്തെ റോഡിലേക്ക് കയറിയിട്ടുണ്ടേ. അതാ എന്നെ പിടിച്ച് കയറ്റി കേട്ടോ ആള്. ഇതമ്മ എടുക്കാം. ഇനി ആവണിക്കുട്ടി എടുക്കില്ല, കാരണം ചേമ്പുണ്ട്. നേരത്തെ ബക്കറ്റ് മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ ആള് സുഖമായിട്ട് കൊടുന്നു. അമ്മ ഹെൽപ്പ് ചെയ്യാം. എവിടെ പോവാണേ? ഒരു ചെരുപ്പൊക്കെ ഞങ്ങൾ ഊരിട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ആൾക്ക് വേണ്ടാന്ന് പറയും. എവിടെ ചെരുപ്പ്? ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആളുടെ ചെരുപ്പിൻ്റെ ഓർമ്മ വന്നത് ആൾക്ക് ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണേ. ഞാനപ്പോൾ എല്ലാം കൂടി കയ്യിലുള്ളതുകൊണ്ട് ആളുടെ ചെരുപ്പ് അവിടെ വെച്ചിരിക്കുക. പുറത്തേക്ക് വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അവിടെ വെച്ചിരിക്കുകയാണേ.
അമ്മ എടുത്ത് റോട്ടിൽ കയറ്റിയിട്ടുണ്ട്. നമ്മള് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എടുക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. വാ ഇട്ടുതരാം. വാ ആ ഇട്ടുതരാം, കയ്യിൽ പിടിച്ചോളാം എന്നാ പറയുന്നത്. എന്നാ ശരി, പോവാ. അമ്മ എടുക്കാം ഇനി ബക്കറ്റ് കുട്ടി എടുക്കില്ല. ചേമ്പ് കിട്ടിയോ പൊന്നിന്? നിക്ക് അമ്മ എടുക്കട്ടെ. ഈ തൂമ്പിയും കൂടി എടുക്കണ്ടേ? തൂമ്പി എടുക്കണേ. ആ ഇതുവരെ പിടിക്കണം കേട്ടോ. ഇതുവരെ പിടിക്കില്ലേ? പിടിക്കണം. ആൾക്കൊന്ന് റെസ്റ്റ് എടുക്കണം. വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. കയ്യൊക്കെ അങ്ങനെ എന്തായാലും അവൾ ആ പിടിച്ച പിടി ഉയരെത്തിയിട്ടാട്ടോ വിടുന്നുള്ളൂ. ഇടയ്ക്ക് ചെറിയൊരു റെസ്റ്റ് ഒക്കെ എടുത്താലും പിന്നെ ഏതാ ബക്കറ്റിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തായാലും വീട്ടിലെത്തിയില്ലേ? ആ ഇനി നമുക്ക് കഴുകാനുണ്ട്. ഇതില് മണ്ണുണ്ട്, കഴുകണ്ടേ? ചെരുപ്പ്, പൊന്നിന്റെ ചെരുപ്പൊക്കെ അവിടെ പോയി കിടക്കട്ടെ എന്നുള്ള രീതിയിൽ ചെരുപ്പ് അവിടെ കൊണ്ടിട്ടുണ്ട്. ചെരുപ്പ് ഇപ്പൊ കഴുകണ്ട, അമ്മ കാലൊക്കെ കഴുകി തരാം. ചെരുപ്പ് കഴുകാൻ പോയിരിക്കാൻ തോന്നുന്നു കേട്ടോ. ആണി ഇത് ചെരുപ്പിന് മണ്ണായ ചെരുപ്പ് കഴുകണ്ടേ അല്ലേ? ചെരുപ്പ് എനിക്ക് നാളെ ഇടാവുന്നതാണ്. അമ്മ കഴുകി തരാം. മുമ്പ് പൈപ്പ് ഇപ്പോൾ ഓണാക്കി കുട്ടി ഫുള്ള് നനയും. അമ്മ കുട്ടീനെ ചെടിയൊക്കെ കളഞ്ഞു തരാം. ബാ. അയ്യോ കുട്ടി, അമ്മയുടെ കൊഞ്ഞ് മെഡിക്കൽ കുട്ടിയാണല്ലോ. അമ്മ ഇതിൽ വെക്കാത്ത അമ്മ ഇതിൽ വെക്കാത്ത. എന്നാ ശരി, കയ്യിൽ വെച്ചോ വേണ്ട. നമ്മള് പറിച്ചെടുത്തുള്ള ചേമ്പ് ഫുള്ളായിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ട്. അപ്പോൾ ഇത്രയും ചേമ്പാണ് നമുക്ക് മണ്ണൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചേമ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പം പിന്നെ നമുക്കൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആവിയിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സത്തൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത്. അപ്പോൾ വേവോന്നൊക്കെ സംശയമുള്ളവരുണ്ടാവും. എന്നാലും ഇതിന് മുന്നേ നമ്മൾ ഇതേപോലെ ആവിയിൽ വെച്ച് വേവിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്കിത് നന്നായിട്ട് കൊണ്ടുപോയിട്ട് ആവിയിൽ വെച്ച് വേവിക്കാം. അപ്പോൾ തോലൊന്നും ഞാനിപ്പോൾ കളയുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും തോലൊക്കെ നമുക്ക് വെന്തതിന് ശേഷം കളയാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പൊളിക്കാനും കൂടി കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മളിതാ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ചേമ്പൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചേമ്പൊക്കെ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ പിന്നെ നേരെ പോയി കുളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് നമ്മുടെ ആവിക്കുട്ടി കുറച്ച് നനഞ്ഞിട്ടുണ്ടായിരുന്നു. ചേമ്പൊക്കെ കഴിക്കെല്ലാം റെഡിയാക്കി വന്നപ്പോൾ നന്നായിട്ട് നനഞ്ഞ് കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും ഞങ്ങൾ രണ്ടുപേരും കൂടി കുളിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് അല്ലറച്ചിലെ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയി നമ്മുടെ കുടുംബക്ഷേത്രത്തിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. കമ്പായിനൊക്കെ പ്രാർത്ഥിച്ചു. അതാ പിന്നെ ഞങ്ങൾ ചേച്ചിയുടെ കാണുന്ന കൂടി രണ്ടുപേർക്കും ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചത് ഇപ്പോൾ വന്നിട്ടേ ഉള്ളേ. അതിപ്പോൾ സമയം ഏകദേശം ഒരു 6:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലും കൂടി ഒന്ന് വിളക്ക് വെക്കാം. സാധാരണ 6 മണിക്ക് തന്നെ വെക്കുന്നത്. അതുകൊണ്ടാലും നമ്മൾ അമ്പലത്തിലും കൂടി വിളക്ക് വെക്കാൻ പോയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട്. അപ്പോൾ നമുക്കിത് വിളക്കൊന്ന് വെക്കണം. അപ്പോൾ അതിന് മുന്നായിട്ടേ നമുക്ക് ലൈറ്റ് ഒന്ന് ഓഫ് ആക്കാം. അപ്പോൾ വിളക്കൊക്കെ കഴുകി സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഈ വെക്കേണ്ട പരിപാടി മാത്രമുള്ളത്. ഇത് ആരാണോ എന്തോ വിളിക്കുന്നത് നോക്കി അവർക്ക് കളിക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊടുത്ത ഫോണാട്ടോ. ഇപ്പം എന്തോ തിരക്ക് പിടിച്ചിട്ട് എന്തോ വിളിയാട്ടോ. ആരെ വിളിക്കണേ? നമുക്ക് തമ്പാനെ കളിച്ചിട്ട് വിളിക്കാം കേട്ടോ. എന്തൊക്കെയോ വിളിച്ച് പറയുകയാണല്ലോ. എന്താ പറയണേ? അപ്പം ഇതാണ് നമുക്കിനി വിളക്കൊന്ന് വെക്കട്ടെ. ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്.
കിട്ടി കമ്പൈൻ പ്രവർത്തിക്കോ. കമ്പൈൻ പ്രാർത്ഥിക്കണ്ടേ. ദീപം ദീപം കമ്പൈൻ പ്രാർത്ഥിക്കാം. കമ്പൈൻ പ്രാർത്ഥിക്കാം. കൈ കിട്ടി കമ്പൈന് തൊട്ട് തെറിയിൽ വെച്ചോ. അമ്മ കാണിച്ചു തരാം. ഇവിടെ വേണോ അമ്മയ്ക്ക് കിട്ടുക. ഇപ്പൊ ഞാൻ തൊടു. ഞങ്ങൾ ഓൾറെഡി അമ്പലത്തിൽ പോയിട്ട് കുറിയൊക്കെ തൊട്ടതാണ്. എന്നാലും ഞങ്ങൾ ഒരു കുറി കൊടുത്തോളൂ. മതിയെടുത്തിരിക്കുന്ന ആളെ ഇന്നിവിടെ ഫുള്ള് കൊട്ടുവോ. നമുക്ക് എന്തായാലും നമ്മുടെ ചേമ്പ് എന്താ അവസ്ഥ എന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇഡലി ചെമ്പിലേ ആവിയിൽ വെച്ചിട്ടാണ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. എനിക്ക് നല്ല ആവി പറക്കുന്നുണ്ട് അല്ലേ, നല്ല ചൂടുണ്ടേ. നമ്മള് ചേമ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടി. പുറത്ത് വന്നിരുന്നിരിക്കുകയാണ്. അപ്പോൾ പുറത്ത് നല്ല തണുപ്പായിട്ടുണ്ട്. നല്ല കോടയും തണുപ്പും ചീവീടിന്റെ സൗണ്ടൊക്കെ ആയിട്ട് ഒരു അടിപൊളി വൈബ് തന്നെയാണ്. അപ്പോൾ ആ ചേമ്പിൻ്റെ കൂടെ നമുക്കിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടേ നല്ല കാന്താരി കൊണ്ട് ഉണ്ടാക്കിയ ചമ്മന്തിയാണേ. അപ്പോൾ കാന്താരിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കുറച്ച് ചെറിയുള്ളി പിന്നെ എല്ലാം അരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് തരും. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കാന്താരിയുടെ പൊടിയൊരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ ആവണിക്കുട്ടി കപ്പൊക്കെ പിടിച്ച് തന്നിട്ടുള്ളത് കാരണം കേട്ടോ. ആളുടെ ചായ ഞാൻ എടുത്തിട്ടുണ്ട്. ചായ നല്ല ചൂടായതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചായയൊക്കെ ഇവിടെ ഒഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നായിരിക്കും പറയുണ്ടാവുക. ആവണിക്കുട്ടി പറിച്ച് ചെയ്യുമ്പോൾ കഴിക്കാം നമുക്ക്. അപ്പോൾ കഴിക്കാം. എന്തൊക്കെയോ പറയണ്ടല്ലോ. ഇവിടെ ഇരിക്കാനാണോ അമ്മ? അമ്മ അപ്പതാ നമ്മള് ചേമ്പ് കഴിക്കാൻ പോവാണെന്ന് പറ. ആദ്യം തന്നെ കൈസിന് കൊടുക്കുവാണല്ലോ മിടിക്ക് കുട്ടി. അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. അവണിക്കുട്ടി ഞാൻ ആ ഒരു ചെറിയ കഷ്ണെ കുറച്ച് നേരത്തെ എടുത്ത് വെച്ചതാണ് പുറത്ത്. അതുകൊണ്ട് അത് കുറച്ച് തണുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ആളിപ്പോൾ ഇങ്ങനെ പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ കണ്ടു കേട്ടോ. കണ്ടോ എന്നൊക്കെയാണ് ചോദിക്കണേ. ആ ഒരു ചൂടോട് കൂടി തന്നെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടേ. കഴിച്ചോ? സൂപ്പറാണോ? കുറച്ച് കഴിച്ചിട്ട് സൂപ്പറാന്നൊക്കെ പറയണം. അമ്മ തൊളിച്ചു തരാം. അമ്മ തോല് കളഞ്ഞേരാ. തോല് കളഞ്ഞേരാ. സൂപ്പറാണെന്ന് പറയണം കേട്ടോ. എന്നിട്ട് സൂപ്പറാണെന്ന് പറയണം. തരാം എല്ലാം ഇപ്പം തൊലിച്ചു കൊടുക്കുക. കുറച്ച് ചമ്മന്തി ഞങ്ങൾ പേരിന്. കാരണം എരിവെങ്ങാനുണ്ടെങ്കിലോ. എരിവൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അത് വേറെ കാര്യം. ഞങ്ങൾക്ക് മധുരത്തിനോടൊന്നും അല്ല താല്പര്യം. ഞങ്ങൾക്ക് ഈ ഉപ്പ് എരിവ് പുളി അതിനോടൊക്കെയാണ്. കഴിച്ച് കാണിച്ചു കൊടുക്കും. കഴിക്കിട്ട് അവിടെയാണ് പഠിക്കുക. തൊളിച്ചത് എവിടെയാണ്? നമ്മൾ ഇവിടെയല്ലേ? ഇവിടെ കടിക്കും. അവിടെ കടിക്കുക. അവിടെ കടിക്കുന്നുണ്ട്. സൂപ്പറാണോ? ആളെന്തായാലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സൂപ്പറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആൾക്ക് ചേമ്പൊക്കെ ഇഷ്ടമാണ്. അപ്പം എന്തായാലും ഇടയ്ക്ക് നമ്മൾ ഇതേപോലെ പുഴുങ്ങിയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോഴാ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇനി അമ്മ കഴിക്കട്ടെ പൊന്നു. തോല് വേണ്ട. തണുപ്പുണ്ടോ പൊന്നിന്? സെറ്റർ ഇട്ട് തരാം കേട്ടോ. സെറ്റർ ഇട്ട് തരാം. എൻ്റെ പൊക്കത്ത് കുറച്ച് ചമ്മന്തിയും കൂടി വയ്ക്കുന്നുണ്ട്. അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ.
അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഒരു നാടൻ ടേസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു കാന്താരിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ സൂപ്പർ. ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സൂപ്പർ സൂപ്പർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടേ. അത്യാവശ്യം ചൂടുള്ള ചേമ്പ് വേണം. അതുപോലെ കൂടെ പുറത്ത് നല്ല തണുപ്പൊക്കെ ആയിട്ടും ഒരു അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ ചേമ്പ് കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരിൽ എല്ലാവർക്കും ചേമ്പൊക്കെ ഇഷ്ടമാവും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ അത്യാവശ്യം തണുപ്പായാലും പിന്നെ എന്തായാലും ചേമ്പൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ആൺകുട്ടിക്ക് ഇനി സ്വെറ്ററൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ആൾ ചാറ്റ് കൊടുക്കാൻ തുടങ്ങും. അപ്പോഴത്തേനും ആൾക്ക് മനസ്സിലായി തോന്നുന്നു വൈൻഡ് അപ്പ് ചെയ്യാൻ പോകാനുള്ള പരിപാടിയാണെന്ന്. അപ്പം എന്തായാലും നമുക്ക് ഈ അടുത്ത അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് കാണുന്നവരെ ബൈ 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 പറ. ടാറ്റാ.